എവർക്കും വിനീത നമസ്കാരം. നമ്മുടെ രാജ്യത്ത് 2024 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് കേരളത്തിൽ നിന്ന് ഇന്നേ വരെയും ഒരു സീറ്റുകൾ പോലും നേടിയെടുക്കാനായിട്ട് BJPയുടെ ഏറ്റവും ബെറ്റർ ടീമായിട്ടുള്ള വാജ്പേയി അദ്വാനി സമയത്ത് നടന്നിട്ടില്ല. അതിനുശേഷം നമ്മുടെ മോദി അമിത്ഷാ സമയത്തും ഇങ്ങനെ ഒരു സംഭവം 2014-ലും 2019-ലും നടന്നിട്ടില്ല. അപ്പോൾ 2024 ഇനി ഇവിടെ BJPക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ മോദിക്കും അമിത്ഷായ്ക്കും അത് വലിയ തരത്തിലുള്ള ഒരു നാണക്കേടാണെന്നുള്ള തർക്കമൊന്നുമില്ല. അവരുടെ തന്ത്രങ്ങളോ പ്ലാനിങ്ങുകളോ ഒന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഈ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരടക്കമുള്ള പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. BJP നോർമലി അധികാരത്തിൽ വരുമെന്നുള്ള തർക്കമൊന്നുമില്ല. 350 മുതൽ 400 വരെ സീറ്റുകൾ നേടിയെടുക്കാനുള്ള സാധ്യത. പക്ഷെ അതിനുള്ളിൽ കേരളത്തിൽ നിന്ന് എത്ര? ഈ സമയത്താണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് മാത്രമാണ്: കേരളത്തിൽ BJP 4 സീറ്റുകൾ നേടിയെടുക്കുന്നു. BJP 4 സീറ്റുകൾ നേടിക്കൊടുക്കുമെന്നാണ്. ഈ 4 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും നമ്മൾ ചിന്തിക്കും. BJPക്ക് A+ മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിൽ 1 തിരുവനന്തപുരം തന്നെയാണ്, 2 നമ്മുടെ തൃശ്ശൂരാണ്, 3 ആറ്റിങ്ങലും, 4 പാലക്കാട്. ഈ 4 മണ്ഡലങ്ങൾ ഏറ്റവും നിർണായകമാണ്. 5 കാസർഗോഡുണ്ട്. അപ്പോൾ പിന്നെ പത്തനംതിട്ടയുണ്ട് 6 എന്നുള്ള നിലയിൽ A+ മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങൾ BJPയെ സംബന്ധിച്ച് നിർണായകമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഈ 6-ൽ 4എങ്കിലും BJPക്ക് പിടിച്ചു കൊടുക്കുമെന്നാണ് നമ്മുടെ അമിത്ഷായുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അത് ഉറ്റുനോക്കാൻ പോകുന്നത്? 2024 അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വർഷത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം ഒരു 3 മാസങ്ങൾ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പായി. ഇതിനുള്ളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? ഒന്നാമത്തെ എടുത്തു നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ആരെയും കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നറിയാം. അവിടെ ഏകദേശം ഒരു 3-3.5 ലക്ഷം വോട്ടുകളൊക്കെ BJP നോർമലായിട്ട് പിടിക്കും. കഴിഞ്ഞ വട്ടം കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് 3.25 ലക്ഷം 3,16,000 വോട്ടുകളാണ് BJP അവിടെ നേടിയെടുത്തത്. അപ്പൊ ഈ ഒരു വോട്ടിംഗ് ശതമാനം BJPയെ സംബന്ധിച്ച് എപ്പോഴും 2ാം സ്ഥാനം എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ 2ാം സ്ഥാനം എന്നും നിലനിർത്തിയ പോരുക എന്നുള്ള നയമാണെങ്കിൽ BJPക്ക് സംസ്ഥാന തലത്തിൽ നിന്ന് ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി, കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ V മുരളീധരനോ ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് നിന്ന് കഴിഞ്ഞാൽ ഇതേ സിറ്റുവേഷനാണ്. ഇനി വേണ്ട, കുമ്മനം രാജശേഖരൻ തന്നെ ഒരിക്കൽ കൂടി നിന്ന് കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ കൊണ്ടെത്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വിജയം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഒരു വലിയ സംവിധാനം BJPക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന്, ദേശീയ തലത്തിൽ നിന്ന് ഒരു നേതാവ് ഉടലെടുത്തേ മതിയാകും. എസ് ജയശങ്കർ ആദ്യത്തെ ഒരു പേരാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കൃത്യമാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ മോദിജിയുടെ നിലപാട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇതാണ്, ഈ നിലപാടേ ഇവിടെ നടക്കുകയുള്ളൂ, അതിനെതിരെ ആര് നിന്ന് കഴിഞ്ഞാലും അതിനെങ്ങനെ എതിർക്കണമെന്ന് ഞങ്ങൾക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടിയിട്ടാണ് എസ് ജയശങ്കറിനെ പോലെയുള്ള മന്ത്രിമാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ആളാണ് നിർമ്മല സീതാരാമനാണ് ഏറ്റവും വലിയ സാധ്യത, വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി അവർ തന്നെയാണ്. ഇന്ത്യ മഹാരാജ്യം ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വനിതാ മന്ത്രിമാരിൽ ഒരാളാണ്. അവരെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ജനിച്ച ഒരാളും നിലവിൽ കർണാടക സൗത്തിൽ നിന്നുള്ള MP കൂടിയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് BJPയുടെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുള്ള വലിയ പരിചയം, തിരുവനന്തപുരത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ ബന്ധവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് വന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. കൂട്ടത്തിൽ ഓഖി ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരൊക്കെ പതറിപ്പോയി അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെയുള്ള മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുന്ന സമയത്ത് ധാർഷ്ട്യത്തിന്റെ മനോഭാവവും ആൾരൂപമാണ്. അപ്പോൾ ഈ ധാർഷ്ട്യ മനോഭാവത്തോട് കൂടിയിട്ട് നിരന്തരമായിട്ട് ജനങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ഏത് തരത്തിലായിരിക്കും തിരുവനന്തപുരത്തെ ഓഖി ദുരന്ത ബാധിതരായ ജനങ്ങൾ പ്രതികരിക്കുക എന്ന് നമ്മൾക്കറിയാം. പങ്കായം വരെയും എടുത്ത് അടിച്ചോടിക്കുന്ന നിലപാടിലേക്ക് വരാൻ അടുത്ത ജനങ്ങൾ മാനസികമായിട്ട് തയ്യാറായിരുന്നു എന്നുള്ളതായിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിർമ്മല സീതാരാമൻ നേരിട്ട്
വന്ന് അവിടുത്തെ ആളുകളെ കണ്ട് കൺവിൻസ് ചെയ്ത് ഇന്ന വിഷയങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഉണ്ടാകും, തർക്കമില്ല, കാണാതായ ആളുകളെ ഞങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യതയും കയ്യടിയും അന്ന് ലഭിച്ചിരുന്നു. അതിലൊന്നും തർക്കമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്ത ഒരു വ്യക്തി കൂടിയാണ് നിർമ്മല സീതാരാമൻ. നിലവിൽ അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശശി തരൂരിനെ പോലെ ബാർസലോണയാക്കും, തിരുവനന്തപുരം നഗരത്തെ ബാർസലോണയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളെ പോലെ തിരുവനന്തപുരത്തെ മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാൻ സാധിക്കാതെ നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിനെ മാത്രം ചെളി വാരി എറിയാൻ നാവ് തുറക്കുന്ന ഒരു വ്യക്തി. പണ്ട് ഇദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കതറിട്ട മാംസപിണ്ഡങ്ങളാണ് ഈ കോൺഗ്രസ്സുകാരെന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി നമ്മുടെ തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി ഒരു MP ആയി മാറുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ തോൽവിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഭൂലോക തോൽവിയായിട്ടുള്ള ഒരു MP-യെ നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിച്ചെടുക്കാൻ അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യകർത്താവ് വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ഒരു കേന്ദ്രമന്ത്രി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ജയിപ്പിച്ചെടുക്കാം. മൂന്നാമത്തെ ആളാണ് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, ടെലികോം മന്ത്രിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിലവിൽ ഒരുപാട് ബന്ധങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അദ്ദേഹത്തിനെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദി ഭീകരവാദികളുടെ യഥാർത്ഥ മുഖം അദ്ദേഹം പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ഈ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരും പ്രതിപക്ഷവുമാണ് കേരളത്തിലുള്ളത് ന്ന് വ്യക്തമാണ്. BJP എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ, BJPയുടെ ലക്ഷ്യം എന്താണെന്നും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്താണെന്നും ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാനാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള കഴിവുറ്റ ഭരണാധികാരികൾ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഏകദേശം പകുതിയോളം സാമ്പത്തികം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷെയർ ആളുടെയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ കേരളവുമായിട്ട് വലിയ ബന്ധമുണ്ട്, തിരുവനന്തപുരമായിട്ട് വലിയ ബന്ധമുണ്ട്, ജനങ്ങൾക്ക് സ്വീകാര്യനായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു വ്യക്തി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അതും BJP ഗുണിച്ചു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 3 കേന്ദ്ര മന്ത്രിമാരെ നിലവിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാവിധ സാഹചര്യവും സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും കേന്ദ്ര നേതൃത്വത്തിന് ഒരുക്കി കൊടുക്കുമെന്നുള്ള രീതിയിലേക്കുള്ള നിലപാടാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ 4 സീറ്റുകൾ നിർബന്ധമായിട്ടും നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം തെലങ്കാനയിലെ മത്സരമെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 സീറ്റ്, ഒരു സീറ്റിൽ നിന്ന് 4 സീറ്റുകളിലേക്ക് ഉയർത്താനായിട്ട് തെലങ്കാനയിൽ BJPക്ക് സാധിച്ചു. അവിടെയുള്ള പ്രവർത്തന സംവിധാനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് ഒരുക്കിക്കൊണ്ട് പോയ സമയത്ത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെ ഒരുപാട് നേതാക്കന്മാർ, പാർട്ടിയുടെ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരൊക്കെ വന്ന് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലൊരു വിജയം തെലങ്കാനയിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതേ സാഹചര്യം കേരളത്തിലും സാധിക്കുമെന്നുള്ള ഒരു രീതിയിലേക്ക്, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കുള്ള ഒരു ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് നിലവിലുള്ളത് എന്നതിൽ യാതൊരു തർക്കമില്ല. നന്ദി, നമസ്കാരം.